+1 മാത്സ് സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ഏത് ചാപ്റ്ററാണ് ഞാൻ സാർ സ്കിപ്പ് അടിക്കേണ്ടത്, അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ വീഡിയോ. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഏത് സ്കിപ്പ് ചെയ്യണം, ഇത് സ്കിപ്പ് ചെയ്യരുതെന്ന് ഒരു എക്സ്പേർട്ട് പറഞ്ഞുതരാം. നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഞാൻ പറഞ്ഞുതരാം, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഈസി ചാപ്റ്റർ, വെരി ഈസി ചാപ്റ്റർ വെച്ചിട്ടുണ്ട്. ഈസി ടു മീഡിയം ലെവൽ, മീഡിയം പക്ഷേ ലോങ്, കുറച്ച് പഠിക്കാൻ സമയം എടുക്കും, ആൻഡ് ലോങ് ചാപ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. എല്ലാ ചാപ്റ്റർ നോക്കി ഈസി ചാപ്റ്റർ, വെരി ഈസി ചാപ്റ്റർ വെച്ച് നിങ്ങൾക്ക് 15 മാർക്ക് കിട്ടി. ഈസി ടു മീഡിയം പഠിച്ച 20 മാർക്ക്. ഇത് മോഡൽ എക്സാമിന്റെ ബേസിസ് ആണ് കേട്ടോ. മീഡിയം ലോങ് പഠിച്ച 21. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത 15, 20, 35, 35, 21 എന്ന് പറയുമ്പോൾ 56 മാർക്ക് കിട്ടി 3 പഠിച്ചത് തന്നെ. ഓക്കെ, ബാക്കി ഇവിടെ 18 എങ്ങനെയോ വരുന്നു അല്ലേ. ലോങ് ചാപ്റ്റർ, ലോങ് എന്ന് പറയുമ്പോൾ ഡിഫിക്കൽട്ട് എന്നുള്ള വാക്കില്ല, ലോങ് ചാപ്റ്ററുള്ളൂ, സമയം എടുക്കുന്ന ചാപ്റ്ററുള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ചാപ്റ്റേഴ്സ് ഡിവൈഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വെരി ഈസി എന്താണെങ്കിലും പഠിച്ചു പോകണം. എല്ലാവരും പ്ലീസ് പ്രോമിസ് മീ, നിങ്ങൾ ഈ 4 ചാപ്റ്റർ പഠിച്ചു പോകുന്നത് ആർക്കും ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും പെട്ടെന്ന് ഒരു അരമണിക്കൂർ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. വെരി ഈസി എന്ന് പറയുമ്പോൾ സെറ്റ്സ്, ലീനിയർ ഇനീക്വാലിറ്റീസ്, ഇൻട്രോ ടു 3D, പ്രോബിലിറ്റി. ഇനി കുറെ ആൾക്കാർ ഇപ്പൊ പ്രോബിലിറ്റി കാണാത്തവരുണ്ടാവും. ഈ സെറ്റിലെ സെയിം സാധനമാണ് പ്രോബിലിറ്റിയിലുള്ളത്. നമ്പർ ഓഫ് സെറ്റ്, നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് പ്രോബിലിറ്റി എന്ന് വരുള്ളൂ. വേറെ വ്യത്യാസം, ഒരു ഡിവിഷൻ കൂടി താഴെ, വേറെ ഒന്നുമില്ല. ഇത് രണ്ടും സെയിം ഫോർമുല, സെയിം ചാപ്റ്റർ. ലീനിയർ ഇനീക്വാലിറ്റീസ് വെരി സിമ്പിൾ, 4-6 മാർക്കൊക്കെ വരും. ഇൻട്രോ ടു 3D വളരെ സിമ്പിൾ പഠിച്ചോണം. ഈ 4 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് 15 മാർക്ക് ഉറപ്പാ. അത് കഴിഞ്ഞിട്ട് ഈസി ടു മീഡിയം എന്ന് പറയുമ്പോൾ എന്താണ്, സിമ്പിൾ ആണ്, പക്ഷെ കുറച്ച് പഠിക്കാനുണ്ട്. എന്തൊക്കെ നിങ്ങൾ കുറച്ച്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. റിലേഷൻ സിമ്പിൾ ആണ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് സിമ്പിൾ ആണ്, ഫംഗ്ഷൻ സിമ്പിൾ ആണ്. പക്ഷെ എന്താ പ്രശ്നം, എല്ലാം സിമ്പിൾ. പക്ഷെ കുറെ ടോപ്പിക്സ് ഉണ്ട്, ഗ്രാഫ് ഉണ്ട്, ഡൊമെയിൻ റേഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈസി ടു മീഡിയത്തിലിട്ട്. ഒന്ന് ശ്രമിച്ചാൽ കിട്ടും. പിന്നെ ബൈനോമിയൽ തിയറത്തിൽ ഒരു 2 ഫോർമുല പഠിക്കുക, n ടേംസിന് എത്ര നോക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ്, ആ 2-3 ഫോർമുല ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ കഴിവ്. ഓക്കെ, ബൈനോമിയലിൽ. ഓക്കെ, കോംപ്ലക്സ് നമ്പർ സത്യം പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സ്റ്റാൻഡേർഡ് ഫോം പഠിക്കുക, കോൺജുഗേറ്റ്, മൾട്ടിപ്ലിക്കേറ്റീവ്, ഇൻവേഴ്സ്, എന്താണ് മോഡുലസ്, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ വേണം ഇടായിരുന്നു, പക്ഷേ ഞാൻ ഇവിടെ ഇട്ടുന്നുള്ളൂ. സീക്വൻസ് ആൻഡ് സീരീസ് അത്യാവശ്യം സിമ്പിൾ ആണ്. ആ 7 + 77 + 7 അങ്ങനത്തെ ക്വസ്റ്റ്യൻ പഠിക്കുക, കുറച്ച് GP ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, എല്ലാം കഴിഞ്ഞു. മീഡിയം ടു ലോങ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ്, കോണിക് സെക്ഷൻ. മീഡിയം ലോങ് എന്ന് പറയുമ്പോൾ കോണിക് സെക്ഷനിൽ 4 ടൈപ്പ് ഓഫ് ഷേപ്പ് പഠിക്കാനുണ്ട്. അതിൻ്റെ കുറേ ഫോർമുല പഠിക്കാണ്ട് 4 ടൈപ്പ് പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിന് കുറച്ച് ഫോർമുലയും ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യേണ്ട സമയം എടുക്കുന്നുള്ളൂ. സ്ട്രെയിറ്റ് ലൈൻസും ശരിക്കും പറഞ്ഞാൽ 4 ടൈപ്പ് ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ 3 ടൈപ്പ് ലൈൻ ഉണ്ട്, അത് പഠിച്ചു കഴിയുക. പിന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ, പെർമ്യൂട്ടേഷൻ ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്, അത് തമ്മിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വരിക, നിങ്ങൾക്ക് വേർഡ് കമ്മിറ്റി, കാർഡ് ക്വസ്റ്റ്യൻ, അങ്ങനെ കുറേ ഉള്ളതുകൊണ്ട് കേട്ടോ. സിമ്പിൾ ആണ് ശരിക്കും പറഞ്ഞാൽ, പക്ഷേ ലോങ് ആണ്, നിങ്ങൾ സമയം എടുത്ത് പഠിക്കണം. ആൻഡ് ലോങ് ആൻഡ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയും ടഫ് ആണെന്നുള്ളത്. അതാരൊക്കെയാണ് മക്കളെ, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഓക്കെ, ലോങ് പക്ഷേ കുറേ മാർക്കൊന്നും വരില്ലല്ലോ. ആൻഡ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഓക്കെ, പക്ഷേ നിങ്ങൾ പഠിച്ചാൽ സെറ്റാവും. ഈ 2 ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വില്ലന്മാരായിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് 18 മാർക്ക് പോയാൽ കുഴപ്പമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ. ഐ വിൽ നോട്ട് റെക്കമെൻഡ് സ്കിപ്പിംഗ് എനിത്തിങ്. നിങ്ങൾക്ക് പഠിക്കാനെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, സമയമുണ്ട്, പഠിക്കാനുള്ള സമയമുണ്ട്, 10 മണിക്കൂർ ലൈവ് കണ്ടു തുടങ്ങും. ഓക്കെ, 18 മാർക്കാണ്, സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്താൽ. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പഠിക്കുക. നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ 9 മാർക്ക് വേറെ ഒരിക്കലും കിട്ടൂല. ഇവിടെ 9. ഇതൊന്നും സ്കിപ്പ് ചെയ്യേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകം സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യരുത്, ഇത് സ്കിപ്പ് ചെയ്ത്. കാരണം ഇവിടെ നിങ്ങൾക്ക് 35 മാർക്ക് ഈസി ആയിട്ട് കിട്ടും. പാസ്സാവാൻ നോക്കുന്നവർക്കും എല്ലാവർക്കും ഏറ്റവും നല്ലതാണ്. ഇവിടെ 30-35 മാർക്ക് കിട്ടും. ഓക്കെ, ഇത് മക്കളെ എനിക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തെടുത്തത്, നിങ്ങളുടെ വെയിറ്റേജ് ഷീറ്റ് കേട്ടോ. വെയിറ്റേജ് നോക്കിയേ, സെറ്റ്സിൽ നിന്ന് 4 മാർക്ക്, റിലേഷന് 7 മാർക്ക്. ഓക്കെ, ഈസി ആയ ചാപ്റ്റേഴ്സ് പറഞ്ഞാ റിലേഷൻ നിങ്ങൾ മിനിമം പഠിച്ചിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു തരുമ്പോൾ അവസരം എല്ലാ ചാപ്റ്ററും അല്ലേ. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി. സ്റ്റാറ്റിസ്റ്റിക്സ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരും കേട്ടോ. ഇവിടെ മീഡിയം ടു ലോ. സത്യം പറഞ്ഞാൽ ഇത്രയും കൂടി ഇല്ല. നിങ്ങൾക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ബോക്സും കുറച്ച് ബോറടി പരിപാടി ആയതുകൊണ്ട് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഇടാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത്. അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ധാരണ കിട്ടേണ്ട ഏത് ചാപ്റ്റർ നിങ്ങൾ ഫോക്കസ് ചെയ്യണം, ഏത് ചാപ്റ്റർ നിങ്ങൾ ആദ്യം തുടങ്ങണമെന്ന്. ഞാൻ ടിക്കറ്റ് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, കോണിക്കോ സ്ട്രേറ്റ് ശരിക്കും പഠിക്കാവുന്ന സാധനമുള്ളൂ. എല്ലാം കൂടെ അവസാനം എൽസാർ ടിക്കറ്റ് അല്ലേ. ഓക്കെ, ഇത്രയും ചാപ്റ്റർ നോക്കി. സെറ്റ്സ് എന്തായാലും പഠിക്കാം, റിലേഷൻ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കോംപ്ലക്സ് നമ്പർ സിമ്പിളാണ്, ലീനിയർ ഇനീക്വാലിറ്റീസ് അവസാനം എല്ലാം കൂടി ഞാൻ ടിക്കറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 3 ദിവസമുണ്ട് പഠിച്ചു തുടങ്ങും. ആ 10 മണിക്കൂറിന് ലൈവ് ആണ്. നിങ്ങൾക്ക് പ്ലാനൊക്കെ അറിയാലോ. 10 മണിക്കൂറിന് ലൈവ് ആണ്. എവിടെ പോയി 10 മണിക്കൂറിന് ലൈവ് എന്താ, 10 മണിക്കൂറിൻ്റെ QR കോഡ് ലൈവ് ഉണ്ട്. ഓക്കെ, പോയി കാണാം. അത് കണ്ടു തുടങ്ങി നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിനും നിങ്ങൾക്കൊരു ഈസി ടു മീഡിയം ലെവൽ സംഭവം കഴിയും. ബാക്കിയുള്ള ഞാൻ 12 hours തീർക്കും, മീഡിയം ടു ഡിഫിക്കൽട്ട്. അതിൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചാൽ ഫുൾ ഉറപ്പാണ്.
ഉറപ്പാണ്. പേപ്പർ ടഫ് ആയിക്കോട്ടെ ഫുള്ള് കിട്ടും, പേപ്പർ ഈസി ആയിക്കോട്ടെ ഫുൾ എന്താണല്ലോ ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചു തുടങ്ങുക, ഇനി സമയം വേസ്റ്റ് ചെയ്യേണ്ട. പിന്നെ മക്കളെ നിങ്ങൾക്ക് എക്സ്ട്രാ വീഡിയോസ് ഒക്കെ വരുന്നത് ഈ ചാനലിലും വരും, അതേപോലെ തന്നെ അലൻ സാറിന്റെ യൂട്യൂബ് ചാനലിൽ വരും. ജോയിൻ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ മക്കളെ നിങ്ങൾക്ക് +2 ബാച്ചസിന്റെ അഡ്മിഷൻ തുടങ്ങുകയല്ല, തുടങ്ങി കഴിഞ്ഞ് കുറെ ആൾക്കാർ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ബുക്കൊക്കെ കിട്ടാൻ കഴിയും. ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ബുക്സ് ഒക്കെ നിൽക്കും. അതുകൊണ്ട് വേഗം തന്നെ ജോയിൻ ചെയ്ത ഡേറ്റ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. പിന്നെ മക്കളെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ലിങ്കുകളും അലൻ സാറിന്റെ ലിങ്ക് ട്രീയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം അതും ജോയിൻ ചെയ്യാൻ മറക്കണ്ട. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കുകൾ കുറേ വരും. ഓക്കെ, ഇവിടെ +1 സെക്ഷൻ ഉണ്ട്, അത് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് കാണാം, ലൈവിലും എക്സാം കഴിഞ്ഞിട്ടൊക്കെ കാണാം. സോ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക. 12 മണിക്കൂർ ലൈവ് മറക്കണ്ട.